ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടുതുടങ്ങാൻ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനിവിടെ ഫ്ലൈ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഇഴ നൂല് എടുത്തിട്ടുണ്ട്, ഒരൊറ്റ മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ബോർഡിനകത്ത് 3 ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ്, വൈ സ്റ്റിച്ച് എന്നും വി സ്റ്റിച്ച് എന്നും പറയൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 3 ഇഴ നൂല് എടുത്തിട്ടുണ്ടല്ലോ, അത് ആദ്യത്തെ ലൈനിൽ കുറച്ച് നീക്കിയിട്ട് കുത്തി കൊടുക്കാം കേട്ടോ. കറക്റ്റ് നേരെ കുത്തി കൊടുക്കാനായിട്ട് കുറച്ച് നീക്കിയിട്ടാണ് ഞാനിവിടെ കുത്തി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അടിയിലത്തെ ലൈൻ ഉണ്ടല്ലേ, ഏറ്റവും അടിയിലത്തെ 3ാമത്തെ ലൈനിൽ അതിനകത്തേക്കാണ് കുത്തി കൊടുക്കണം കേട്ടോ. സൂചി താഴേക്ക് ഇറക്കി കൊടുത്തിട്ട് സൂചി ഇനി കുറച്ച് ചെരിച്ചിട്ട് 2ാമത്തെ ലൈനിലേക്ക് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2ാമത്തെ ലൈനിലേക്ക് കുത്തുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി സൂചി മുകളിൽ വരുന്ന രീതിയിലും നൂലടിയിൽ വരുന്ന രീതിയിലും ആക്കി കൊടുത്തിട്ട് സൂചിനെ വലിച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്താലാണ് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അതിനോട് ചേർത്തിയിട്ട് ആ വി പോലെ ഇരിക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ട് സൂചി അടിയിലേക്ക് ഇറക്കി കൊടുത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കെട്ട് ഇതുപോലെ വെറുതെ ഇറക്കി കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ 2ാമത്തെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി കേട്ടോ. സൂചി ഏറ്റവും മുകളിലത്തെ ലൈനിൽ കുത്തി എടുത്തിട്ടുണ്ട്. നേരെ താഴേക്ക് 3ാമത്തെ ലൈനിലേക്ക് സൂചി ഇറക്കി കൊടുക്കുക. 2ാമത്തെ ലൈനിലേക്ക് ചെരിച്ചിട്ട് കുത്തിയതിന് ശേഷം സൂചി മുകളിൽ വരുന്ന രീതിയിലും നൂലടിയിൽ വരുന്ന രീതിയിലാക്കി കൊടുത്തിട്ട് സൂചിനെ വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനൊന്ന് കറക്റ്റ് അപ്പുറത്തെ സൈഡിലേക്കായിട്ട് സൂചി ഇറക്കി കൊടുത്തിട്ട് ഒന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ച് ആയതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇലകൾക്കും പൂക്കൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അതുപോലെ ഇതൊരു ബോർഡർ സ്റ്റിച്ചുമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിനി ഒരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് റിങ്ങിനകത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇലയോ പൂവോ എന്തും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ചിത്രം സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു വി സ്റ്റിച്ച് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിനകത്ത് ലൈനൊന്നും ഉള്ളിനകത്ത് വരയ്ക്കണില്ല, നേരെ ഒന്ന് ചെയ്തെടുക്കേണ്ട. നമുക്ക് ഏകദേശം അറിയാമല്ലോ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അടുപ്പിച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നൂല് കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് സൂചി താഴേക്ക് ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തിട്ട് നൂല് പുതിയതിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. താങ്ക് യു.